പത്രോസ് ആദ്യമായി മിശിഹായെ കാണുന്നു. ബഹുകാര്യ വ്യഗ്രത കൊണ്ട് എൻ്റെ ആത്മാവ് വിഷാദമഗ്നമായിരിക്കുന്നു. വെളിച്ചത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം വായിക്കാൻ ഞാൻ പ്രേരിതയാകുന്നു. അതെനിക്ക് ശക്തി പകരുകയും കർത്താവ് പറയുന്നത് കേൾക്കാനുള്ള ഉണർവും ഉന്മേഷവും ലഭ്യമാകുകയും ചെയ്യുന്നു. അനവധി കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ മതിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നും, ഇനി അങ്ങോട്ട് യാതൊന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരു സാധാരണ ജീവിതം എന്തു വില കൊടുത്തും ഒരു സാധാരണ ജീവിതം നയിക്കണം. പക്ഷേ സംസാരിക്കുന്നത് ആരാണ് എന്നെനിക്കറിയാം. സ്നേഹമുള്ള കണ്ണുകൾ കൊണ്ട് കർത്താവ് യാചിക്കുന്നത്, എന്നെ നോക്കുന്നത് ഞാൻ കാണുന്നു. എനിക്ക് വേണ്ട എന്ന് പറയാൻ എനിക്കിനി സാധ്യമല്ല. ദൈവമെല്ലാം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മനുഷ്യപ്രകൃതം ദൈവത്തിന് വിധേയമായാൽ അതിൻ്റെ സ്വാഭാവിക വാസനകൾ പോലും അഗ്നി വിഴുങ്ങിക്കളയും. ഞാൻ നിന്നെ വിട്ടു പോകില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നവരോട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ വീണ്ടും പറയും, അങ്ങനെ ഏറെ സഹായിക്കുന്നുണ്ട്. എനിക്ക് മനുഷ്യരെ ഭയമില്ല. ദൈവമേ, എൻ്റെ പ്രത്യാശയെ അങ്ങ് നിരാശപ്പെടുത്തരുതേ. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് താഴെ കൊടുത്തിട്ടുള്ള ദർശനം എനിക്കുണ്ടായി. ഈശോ 2 പാടങ്ങൾക്കിടയിലുള്ള വീതി കുറഞ്ഞൊരു നടപ്പാതയിലൂടെ നടന്നു വരികയാണ്. തനിച്ചേ ഉള്ളൂ. വേറൊരു വഴിയിലൂടെ ജോൺ ഈശോയുടെ അടുത്തേക്ക് നടക്കുന്നു. അവസാനം ഈശോയുടെ അടുത്തെത്തുന്നു. ചെറിയൊരു വേലി കടന്നാണ് എത്തുന്നത്. ഇന്നലത്തെ ദർശനത്തിലും ഇന്നത്തെ ദർശനത്തിലും വളരെ പ്രായം കുറഞ്ഞ ഒരുവനായിട്ടാണ് ജോൺ പ്രത്യക്ഷപ്പെടുന്നത്. മുഖം റോസാപ്പൂ പോലെ ചുവന്നിരിക്കുന്നു. മീശയും താടിയുമില്ല. പ്രായപൂർത്തിയായി പക്വത വന്നൊരു പുരുഷനാണെന്ന് തോന്നുന്നില്ല. യുവാവിൻ്റെ ആകാര സൗകുമാര്യം അവനുണ്ട്. മീശയും താടിയുമില്ല. മിനുസമായ അരുണാഭമായ കവിൾത്തടങ്ങൾ, ചുവന്ന ചുണ്ടുകൾ, പ്രകാശം പരത്തുന്ന പുഞ്ചിരി, വിശുദ്ധി നിറഞ്ഞ നോട്ടം. കണ്ണിൻ്റെ നീലിമ കൊണ്ടല്ല, ആത്മാവിൻ്റെ കന്യാത്തത്തിൽ നിന്നും വരുന്ന വിശുദ്ധിയാണ് ആ കണ്ണുകളിൽ തിളങ്ങുന്നത്. അവൻ്റെ നീണ്ട ഇളം ചുവപ്പാർന്ന മുടി ഓരോ ചൂട് വയ്ക്കുമ്പോഴും തരളിതമായി പുഴയിലെ ഓളങ്ങൾ പോലെ ഇളകുന്നു. ഓടുമ്പോൾ ചലിക്കുന്നത് പോലെ തന്നെ അവൻ നടക്കുമ്പോഴും മുടി ചലിക്കുന്നു. വേലി കടക്കാൻ തുടങ്ങുമ്പോൾ ഗുരു എന്നവൻ ഉറക്കെ വിളിക്കുന്നു. ഈശോ തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കുന്നു. ഗുരു, അങ്ങയെ കാണാൻ ഞാനേറെ മോഹിച്ചു. അങ്ങ് താമസിക്കുന്ന വീട്ടിലെ ആളുകൾ പറഞ്ഞു ഉൾനാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന്. എവിടെയെന്ന് കൃത്യമായി പറഞ്ഞില്ല. അങ്ങയെ കണ്ടുമുട്ടാൻ കഴിയാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. സംസാരിക്കുമ്പോൾ ബഹുമാനസൂചകമായി ജോൺ തല അല്പം കുനിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അവൻ്റെ കണ്ണുകളിലും പെരുമാറ്റത്തിൽ പൊതുവെയും സത്യസന്ധതയും സ്നേഹവും തുളുമ്പി നിൽക്കുന്നു. തല കുനിച്ചുവെങ്കിലും കണ്ണുകൾ ഈശോയുടെ മുഖത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. നീ എന്നെ അന്വേഷിക്കുകയാണ് എന്നുകണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. അങ്ങ് അകലെയുള്ള ഒരു വൃക്ഷക്കൂട്ടത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈശോ പറഞ്ഞു, അതാ അവിടെ. ഇലകളുടെ നിറം കണ്ടാൽ അവ ഒലിവ് വൃക്ഷങ്ങളാണെന്ന് തോന്നും. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം സിനഗോഗിൽ എന്താണ് പറയേണ്ടത് എന്ന് ധ്യാനിക്കുകയായിരുന്നു. നിന്നെ കണ്ട ഉടനെ ഞാനിങ്ങ് പോന്നു. ആ വേലി കൊണ്ട് മറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ണിൽപ്പെടാൻ വളരെ പ്രയാസമാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ നിന്നെ കണ്ടത്? കാണാൻ പ്രയാസമാണെങ്കിലും ഇതാ ഞാനിവിടെ എത്തി. നിന്നെ ദൂരെ നിന്ന് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് സ്നേഹം കാണുന്നു. അതെ, സ്നേഹം കാണുന്നു. ഗുരു, അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതിനുത്തരമായി ഈശോയുടെ മറുചോദ്യം, സെബദിയുടെ പുത്രനായ ജോണെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഏറെ ഏറെ ഗുരു. അങ്ങയെ ഞാൻ എന്നും എപ്പോഴും സ്നേഹിച്ചിരുന്നതായി എനിക്ക് തോന്നുന്നു. അങ്ങയെ കണ്ടെത്തുന്നതിന് മുമ്പ്, അതിനൊക്കെ ഏറെക്കാലം മുമ്പേ എൻ്റെ ആത്മാവ് അങ്ങയെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങയെ കണ്ടപ്പോൾ എൻ്റെ ആത്മാവ് മന്ത്രിച്ചു, നീ അന്വേഷിക്കുന്നവൻ ഇതാണ്. എൻ്റെ ആത്മാവ് അങ്ങയെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കണ്ടുമുട്ടിയത്. നീ പറയുന്നത് ശരിയാണ്. ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതും എൻ്റെ ആത്മാവ് നിന്നെ കണ്ടതുകൊണ്ടാണ്. നീ എത്ര കാലം എന്നെ സ്നേഹിക്കും? എന്നേക്കും ഗുരു. എനിക്ക് അങ്ങയെ അല്ലാതെ വേറെ ആരെയും മേലിൽ സ്നേഹിക്കാൻ ആഗ്രഹമില്ല. നിനക്ക് അപ്പനും അമ്മയുമുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. നീ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. നീ ഒരു യുവതിയെ കണ്ടുമുട്ടും. നിങ്ങൾ സ്നേഹബദ്ധരാകും. ഇതാണ് നിൻ്റെ ജീവിതം. ഇതെല്ലാം എനിക്ക് വേണ്ടി നീ എങ്ങനെ ഉപേക്ഷിക്കും? ഗുരു, എനിക്കറിഞ്ഞുകൂടാ. ഈ പറയുന്നത് അഹന്ത കൊണ്ടാണെന്ന് തോന്നരുത്.
അങ്ങയുടെ വാത്സല്യം അച്ഛനമ്മമാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഭാര്യയുടെയും സ്നേഹത്തിന് ബദലായിരിക്കും. അങ്ങനെ സ്നേഹിച്ചാൽ ഞാൻ ഉപേക്ഷിക്കുന്നതിനെല്ലാം പ്രതിഫലമായി. എൻ്റെ സ്നേഹം നിനക്ക് കൊണ്ടുവരുന്നത് ദുഃഖമാണെങ്കിലോ മർദ്ദനമാണെങ്കിലോ അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ അതെല്ലാം നിസ്സാരമാണ്. ഞാൻ മരിക്കുന്ന ദിവസം, അയ്യോ അങ്ങ് മരിക്കുകയോ, അങ്ങ് ചെറുപ്പമാണ്. നിയമവും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത് മനുഷ്യരക്ഷ സാധിക്കാനാണ് മിശിഹ വന്നിരിക്കുന്നത്. ലോകം നിയമത്തെ വെറുക്കുന്നു, രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവമയക്കുന്ന പ്രവാചകന്മാരെ ലോകമർദ്ദനങ്ങൾക്ക് വിധേയരാക്കുന്നു. അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങയെ സ്നേഹിക്കുന്ന എന്നോട് മരണത്തെപ്പറ്റിയുള്ള പ്രവചനമരുത്. അഥവാ അങ്ങ് മരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങയെ തുടർന്നും സ്നേഹിക്കും. അങ്ങയെ സ്നേഹിക്കാൻ എന്നെ അനുവദിക്കും. ജോണിൻ്റെ നോട്ടം ഹൃദയമലിയിക്കുന്നതാണ്. തല നല്ലതുപോലെ താഴ്ത്തി ഈശോയുടെ കൂടെ നടക്കുന്ന അവൻ സ്നേഹത്തിനായി കെഞ്ചുന്നത് പോലെ തോന്നും. ഈശോ വഴിമധ്യത്തിൽ നിന്ന് ക്രാന്തദർശികളായ കണ്ണുകൾ കൊണ്ട് ജോണിനെ സൂക്ഷിച്ചു നോക്കുന്നു. കുനിഞ്ഞ തലയിൽ കൈവച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗുരു. ജോൺ സന്തോഷവാനായി. കണ്ണിൽ വെള്ളം പൊടിച്ചെങ്കിലും സുന്ദരമായ അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരിയാണ് കളിക്കുന്നത്. ഈശോയുടെ ദിവ്യമായ കയ്യിൽ അവൻ ചുംബിക്കുകയും അത് നെഞ്ചോട് ചേർത്ത് അമർത്തുകയും ചെയ്യുന്നു. അവർ യാത്ര തുടരുന്നു. നീ എന്നെ അന്വേഷിക്കുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, എൻ്റെ കൂട്ടുകാർ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ തിരക്കിയത്. അങ്ങയുടെ സമീപത്തെത്താൻ തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്നതും സത്യമാണ്. അങ്ങയെ വിട്ടുപോയിട്ട് ഏതാനും മണിക്കൂറുകളെ ആയുള്ളൂ. എന്നാലും അങ്ങില്ലാതെ കഴിയാൻ എനിക്ക് സാധ്യമല്ല. ദൈവവചനം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നീ വേണ്ടത് ചെയ്തോ? ഞാൻ മാത്രമല്ല, ജെയിംസും അങ്ങയെപ്പറ്റി വാചാലമായി സംസാരിച്ചു. അവർക്ക് വിശ്വാസമാകുന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ വിശ്വാസം തീരെ ഇല്ലാതിരുന്നവൻ കൂടി ഇപ്പോൾ വിശ്വസിച്ചു തുടങ്ങി. വിശ്വാസം ഇല്ലാതിരുന്നതിന് അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ കാണിച്ചതും വിവേകം മാത്രമാണ്. നമുക്ക് പോയി അവൻ്റെ വിശ്വാസം കൂടുതൽ ഉറപ്പുള്ളതാക്കാം. അവനെന്തോ ഭയപ്പെടുന്നത് പോലെ തോന്നി. അവൻ ഭയപ്പെടുന്നത് എന്നെയാണോ? ഞാൻ നല്ലവർക്ക് വേണ്ടിയും അതിലുപരി തെറ്റുപറ്റിയവർക്ക് വേണ്ടിയും വന്നിട്ടുള്ളവരാണ്. മനുഷ്യരെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അവരെ വിധിക്കാനല്ല. സത്യസന്ധരായ ആളുകളോട് ഞാൻ എപ്പോഴും കാരുണ്യമേ കാണിക്കും. പാപികളോടും കാരുണ്യം കാണിക്കും. സത്യസന്ധത ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ ആന്തരികമായി സത്യസന്ധത പാലിക്കാതെ തിന്മ ചെയ്യുകയും നല്ലവരാണ് എന്ന് ഭാവിക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാർത്ഥലാഭത്തിനു വേണ്ടി അയൽക്കാരെ കടത്തിവെട്ടാനാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ശിമിയോന് ഭയപ്പെടാനൊന്നുമില്ല. അവനെപ്പോലെ വിശ്വസ്തനായി വേറെ ആരെയും കണ്ടുകിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങയോട് പറയാൻ ശിമിയോനേറെ കാര്യങ്ങളുണ്ട്. ഇന്ന് സിനഗോഗിൽ പ്രസംഗിച്ച ശേഷം അവന് പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കാം. സിനഗോഗിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന വിവരം പണിക്കാരെയും നല്ല ആരോഗ്യമുള്ളവരെയും കൂടാതെ ചുറ്റുപാടുമുള്ള സാധുക്കളെയും രോഗികളെയും അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം ഇവർക്കെല്ലാം ആവശ്യമുള്ളതാണ്. അവർ ഗ്രാമത്തിൻ്റെ അടുത്തെത്തി. റോഡിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അതിലൊരാൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഈശോയുടെ കാലുകളിൽ വന്നു തട്ടി. ഈശോ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ വീഴുമായിരുന്നു. വീണില്ലെങ്കിലും വീണ് കാലൊടിഞ്ഞ മാതിരി അവൻ കരയാൻ തുടങ്ങി. ഈശോ അവനെ കൈകളിലെടുത്തിട്ട് ചോദിച്ചു, ഒരു ഇസ്രയേൽക്കാരൻ ഇങ്ങനെ കരയുകയാണോ? മൂശയുടെ കൂടെ മരുഭൂമി കടന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ കരയുകയായിരുന്നോ? മരുഭൂമി കടക്കുന്നതിന് മുമ്പ് അവർക്കെല്ലാം പ്രായപൂർത്തിയായി. എങ്കിലും സ്വർഗസ്ഥനായ ദൈവം അവർക്ക് മധുരമുള്ള മന്ന അയച്ചു കൊടുത്തു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ഭൂമിയിലെ ഈ മാലാഖമാരെ, ചിറകില്ലാത്ത ഈ പക്ഷികളെ ദൈവം സംരക്ഷിക്കുന്നു. കാട്ടിലും നാട്ടുംപുറത്തും കാണുന്ന കുരുവികളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം ഈ കുഞ്ഞുങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നു. നിനക്ക് തേൻ ഇഷ്ടമാണോ? നീ നല്ലവനാണെങ്കിൽ തേനീച്ചകളുടെ തേനിനേക്കാൾ മാധുര്യമുള്ള ഒരു തേൻ നീ കുടിക്കും. ആ തേൻ എവിടെ കിട്ടും? എപ്പോൾ കിട്ടും? ദൈവത്തോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ആയുഷ്കാലം അത്രയും ജീവിച്ച് അവസാനം നീ ദൈവത്തിൻ്റെ പക്കലെത്തും. അപ്പോൾ നിനക്ക് ഈ തേൻ കിട്ടും. മിശിഹ വന്നെങ്കിലും മാത്രമേ എനിക്ക് അവിടെ പോകാൻ കഴിയൂ എന്നറിയാം.
എൻ്റെ അമ്മ പറയുന്നത് ഇസ്രയേൽക്കാരായ നമ്മൾ മൂശയെ പോലെയാണ് എന്നത്രേ. വാഗ്ദത്ത ഭൂമി ദൂരെ നിന്നും കണ്ടിട്ട് മരിക്കാനാണ് നമ്മുടെ വിധി. മിശിഹ വന്നു നമ്മെ കൂട്ടിക്കൊണ്ടു പോയെങ്കിലേ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. മിടുമിടുക്കൻ, നീ മരിക്കുമ്പോൾ ഉടനെ പർദീസയിലേക്ക് പോകും. അപ്പോഴേക്കും മിശിഹ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കും. പക്ഷേ നീ നല്ല കുട്ടി ആയിരിക്കണം. ഒരു ചെമ്പുകുടവുമായി അടുത്തൊരു വീടിൻ്റെ ഉള്ളിലേക്ക് കടന്ന ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ കണ്ടിട്ട് അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ കുട്ടി ഈശോയുടെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ, ഇതാ ഈ പുതിയ റബ്ബി പറയുന്നു, ഞാൻ മരിച്ചാൽ ഉടനെ പർദീസയിലേക്ക് പോകുമെന്ന്. അവിടെ കുടിക്കാൻ ധാരാളം തേൻ കിട്ടുമെന്ന്. ഞാൻ നല്ല കുട്ടിയായിരിക്കും. ദൈവം സഹായിക്കട്ടെ ഗുരു. പയ്യൻ ശല്യപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കണം. അവൻ അടങ്ങിയിരിക്കില്ല. സ്ത്രീയെ, നിഷ്കളങ്കത ശല്യം ചെയ്യില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കാരണം നീയൊരമ്മയാണ്. കുഞ്ഞുങ്ങളെ മൂശയുടെ നിയമം പഠിപ്പിച്ചാണ് നീ വളർത്തുന്നത്. ഇത് കേട്ട ആ സ്ത്രീയുടെ മുഖം ചുവന്നു. കർത്താവിൻ്റെ അനുഗ്രഹം അങ്ങയോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് അവൾ വീടിനുള്ളിലേക്ക് പോയി. ഗുരു, അങ്ങേക്ക് കുട്ടികളെ ഇഷ്ടമാണോ? അതെ, കുട്ടികൾ നിർമ്മലരാണ്. അവർക്ക് ആത്മാർത്ഥതയുണ്ട്. അവർ സ്നേഹമുള്ളവരാണ്. അങ്ങേക്ക് അനന്തരവന്മാരുണ്ടോ? ഉണ്ട്. എന്നാൽ എൻ്റെ അമ്മയ്ക്കും വിശുദ്ധിയും ആത്മാർത്ഥതയും ഏറ്റവും നല്ല കുട്ടികൾ കാണിക്കുന്നത് പോലുള്ള സ്നേഹവുമുണ്ട്. കൂടാതെ പ്രായമായവരുടെ വിവേകവും നീതിബോധവും ധീരതയും അവൾക്കുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ അമ്മയിലുണ്ട്. എന്നിട്ട് അങ്ങ് അമ്മയെ ഉപേക്ഷിച്ചു പോന്നു. ഏറ്റവും പരിശുദ്ധയായ അമ്മയെക്കാളും വലുതാണ് ദൈവം. എനിക്ക് ഈ അമ്മയെ കാണാൻ ഇടയാകുമോ? നീ അമ്മയെ കാണും. ആ അമ്മ എന്നെ സ്നേഹിക്കുമോ? അവൾ നിന്നെ സ്നേഹിക്കും. അവളുടെ മകനെ സ്നേഹിക്കുന്ന ആരെയും അവൾ സ്നേഹിക്കും. അങ്ങേക്ക് സഹോദരന്മാരില്ലേ? എൻ്റെ അമ്മയുടെ ഭർത്താവിൻ്റെ വഴിയിൽ എനിക്ക് ഏതാനും സഹോദരന്മാരുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരന്മാരാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നാം സിനഗോഗിലെത്തിക്കഴിഞ്ഞു. ഞാൻ അകത്തേക്ക് പോകുന്നു. നീയും നിൻ്റെ കൂട്ടുകാരും പ്രാർത്ഥനയിൽ എന്നോടൊപ്പം പങ്കുചേരും. ജോൺ പോകുന്നു. ഈശോ സമചതുരാകൃതിയിലുള്ള ഒരു മുറിയിൽ പ്രവേശിക്കുന്നു. അവിടെ ഒരു മുക്കോൺ വിളക്കും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് വായിക്കുന്നതിനുള്ള ഒരു പീഠവുമുണ്ട്. മുറിയിൽ ധാരാളം ആളുകളുണ്ട്. അവർ പ്രാർത്ഥിക്കുകയാണ്. ഈശോയും പ്രാർത്ഥിക്കുന്നു. ഈശോയെപ്പറ്റി പിറകിൽ നിന്നും താഴ്ന്ന സ്വരത്തിൽ ആളുകൾ ഓരോന്നും പറയുന്നു. പ്രാർത്ഥനാലയത്തിൻ്റെ അധിപനെ തലകുനിച്ച് വണങ്ങിയ ശേഷം ഗ്രന്ഥത്തിൻ്റെ ഒരു ചുരുൾ ആവശ്യപ്പെടുന്നു. കയ്യിൽ കിട്ടിയ ചുരുൾ ഈശോയെ ഏൽപ്പിക്കുന്നു. ഈശോ ചുരുൾ നിവർത്തി വായിച്ചത് വിശദീകരിക്കുന്നു. അരൂപി നിങ്ങൾക്ക് വേണ്ടി താഴെ പറയുന്ന സംഗതികൾ എന്നെക്കൊണ്ട് വായിപ്പിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധനായ യഹോവേ, ഇസ്രയേലിൻ്റെ ദൈവം പറയുന്നു, നിങ്ങളുടെ പെരുമാറ്റവും പ്രവൃത്തികളും കുറ്റമറ്റതാക്കുക. എന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഈ സ്ഥലത്ത് വസിക്കും. ഇത് ദൈവത്തിൻ്റെ കൂടാരമാണ്. ദൈവത്തിൻ്റെ കൂടാരം. ദൈവത്തിൻ്റെ കൂടാരം. ഈ വാക്കുകൾ കേട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട. ഈ വാക്കുകളിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കരുത്. നിങ്ങളുടെ പെരുമാറ്റവും പ്രവൃത്തികളും കുറ്റമറ്റതായാൽ, നിങ്ങൾ പരസ്പരം നീതി കാട്ടിയാൽ, നിങ്ങൾ പരദേശിയെ ചൂഷണം ചെയ്യാതിരുന്നാൽ, ഈ സ്ഥലത്ത് നിരപരാധിയുടെ രക്തം ചൊരിയാതിരുന്നാൽ, അന്യദൈവങ്ങളെ ആരാധിച്ച് സ്വന്തം നാശം നിങ്ങൾ വിളിച്ചു വരുത്താതിരുന്നാൽ, ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളോടൊപ്പം വസിക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് എന്നേക്കും ഏറെക്കാലം മുമ്പ് ഞാൻ നൽകിയ ഈ മണ്ണിൽ ഞാൻ നിങ്ങളോടൊത്ത് വസിക്കും. ഇസ്രയേൽ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. വെളിച്ചത്തിൻ്റെ വാക്കുകൾ കൂടുതൽ വിശദമാക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇരുൾ നിറഞ്ഞ നിങ്ങളുടെ ആത്മാക്കൾക്ക് ഈ വെളിച്ചം കാണാനോ ഈ വാക്കുകൾ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. നിങ്ങൾ ചെവി കൂർപ്പിക്കുവേ. ദൈവജനത്തിൻ്റെ നാട്ടിൽ കരച്ചിലും വിലാപവും ഏറെയുണ്ട്. കഴിഞ്ഞുപോയ നല്ല കാലങ്ങളെ ഓർത്ത് വൃദ്ധജനങ്ങൾ കരയുന്നു. നുകത്തിൻ്റെ അടിയിൽ കുനിഞ്ഞു നിൽക്കേണ്ടതുകൊണ്ട് പ്രായപൂർത്തിയായവർ കരയുന്നു. നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യാത്തതിനാൽ കുട്ടികൾ കരയുന്നു. ലോകത്തിൻ്റെ മഹത്വത്തെ നിഷ്പ്രഭമാക്കുന്ന വേറൊരു മഹത്വമുണ്ട്. ഒരു മർദ്ദകനും അത് പിടിച്ചു പറിക്കാൻ കഴിയില്ല. ധനമോഹവും വിദ്വേഷവും മാത്രമേ ഈ മഹത്വത്തെ ഇല്ലാതാക്കൂ. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? തൻ്റെ ജനത്തോട് എപ്പോഴും കരുണ കാട്ടിയിരുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ തിരുമുഖം കാണാൻ അവസരം നൽകുന്നില്ലേ?
കടൽ രണ്ടായി പിളർന്ന ഇസ്രയേലിനെ ആ കടൽ കടത്തിയ ദൈവം, ശത്രുക്കളിൽ നിന്ന് കാത്തുസൂക്ഷിച്ച ദൈവം, വഴികാട്ടിയായി നിയമസംഹിതയും നൽകിയ ദൈവം ഇപ്പോൾ നിങ്ങളുടെ ദൈവമല്ലേ? ദൈവത്തിൻ്റെ ഈ മണ്ണിൽ നിങ്ങൾ കുടിയേറി താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒരു പിതാവ് തൻ്റെ മക്കളോടെന്ന വണ്ണം നിങ്ങളുമായി ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്ത ദൈവം നിങ്ങളുടെ ദൈവമല്ലേ? ആണെങ്കിൽ എന്തുകൊണ്ടാണ് അന്യദേശക്കാർ നിങ്ങളെ അടിമപ്പെടുത്തിയത്? നിങ്ങളിൽ പലരും പറയും, എങ്കിലും ദേവാലയം ഇവിടെ ഉണ്ടല്ലോ. ദേവാലയം ഇവിടെ ഉണ്ടായിരുന്നാൽ പോരാ, അവിടെ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരാ. ഓരോ മനുഷ്യൻ്റെയും ഹൃദയമാണ് അവൻ ആദ്യമായി കടന്നു ചെല്ലേണ്ട ദേവാലയം. അവിടെ പരിശുദ്ധമായ പ്രാർത്ഥനകൾ അവൻ ഉരുവിടണം. ഹൃദയം ശുദ്ധീകരിക്കാത്ത പക്ഷം പ്രാർത്ഥന പവിത്രമായിരിക്കുകയില്ല. തൻ്റെ ജീവിതശൈലിയും ശീലങ്ങളും സ്നേഹബന്ധങ്ങളും സാധുക്കളോടും കൃത്യജനങ്ങളോടും ബന്ധുക്കളോടും ദൈവത്തോടും നീതി കാട്ടുന്നത് സംബന്ധിച്ച നിബന്ധനകൾ കുറ്റമറ്റതാക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധമായ പ്രാർത്ഥനകൾ ഉണ്ടാവില്ല. സമ്പന്നരായ ആളുകൾ ദേവാലയത്തിലെ കാണിക്കപ്പെട്ടികളിൽ വൻതുകകൾ നിക്ഷേപിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അവരുടെ ഹൃദയം കല്ലുപോലെയാണ്. അവർ പാവപ്പെട്ട ഒരുവനോട് പറയുകയില്ല, സഹോദര, ഇതാ ഒരു കഷ്ണം റൊട്ടി, ഒരു കാശ്, ഇതെടുത്തോളൂ. ഇതാരും അറിയണ്ട, ഞാൻ നിന്നെ സഹായിച്ചു എന്നത് നിന്നെ നിരുത്സാഹപ്പെടുത്താതിരിക്കട്ടെ. ഞാൻ അഹങ്കരിക്കാതെയും ഇരിക്കട്ടെ. ദൈവം തങ്ങളുടെ പ്രാർത്ഥനകൾ ഉടനെ ചെവി കൊണ്ടില്ല എന്ന് പരാതിപ്പെടുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ഒരു പാവപ്പെട്ടവൻ പലപ്പോഴും ഒരു പാവപ്പെട്ട സ്വന്തക്കാരൻ അവരുടെ അടുത്ത് വന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് ഹൃദയശൂന്യമായി പറയുന്നവരാണ് ഇവർ. നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് പണമുണ്ടാക്കുന്നു. നിങ്ങൾ ദരിദ്രരായിത്തീരുന്നു. അതുകൊണ്ട് നിങ്ങൾ കരയുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾ ഒരാളെ വെറുക്കുമ്പോൾ അയാളുടെ രക്തം പിഴിഞ്ഞെടുക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് രക്തവും ജീവനും അപഹരിക്കുന്നത് നിങ്ങൾ നിസ്സാരമായി കാണുന്നു. അല്ലയോ ഇസ്രയേൽ, നിന്റെ രക്ഷയുടെ സമയം ആഗതമായിരിക്കുന്നു. സന്മനസ്സ് വളർത്തി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷ എത്തുന്നതിന് വഴിതെളിക്കുവിൻ. സത്യസന്ധരായിരിക്കുവിൻ, നല്ലവരായിരിക്കുവിൻ, പരസ്പരം സ്നേഹിക്കുവിൻ. ധനവാന്മാർ പാവപ്പെട്ടവരെ പുച്ഛിക്കരുത്, കച്ചവടക്കാർ ജനങ്ങളെ കബളിപ്പിക്കരുത്. പാവപ്പെട്ടവർക്ക് ധനവാന്മാരോട് അസൂയ പാടില്ല. നിങ്ങളെല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ്. നിങ്ങളെല്ലാവരും ഒരു ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ എല്ലാ അന്ത്യം ഒന്നാണ്. മിശിഹ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗത്തിൻ്റെ കവാടങ്ങൾ പാപം വഴി നിങ്ങൾ കൊട്ടിയടക്കരുത്. നിങ്ങൾ ഇതുവരെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചോ? ഇനി അങ്ങോട്ട് നേർവഴി നടക്കുവിൻ. അബദ്ധങ്ങളെയെല്ലാം പരിത്യജിക്കുവിൻ. ആദ്യം ലഭിച്ച 10 കൽപ്പനകളിലേക്ക്, സ്നേഹത്തിൻ്റെ വെളിച്ചം കൊണ്ട് പ്രകാശമാനമായ 10 കൽപ്പനകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന നിയമസംഹിത ലളിതമാണ്, അനുസരിക്കാൻ എളുപ്പമുള്ളതാണ്, നല്ലതാണ്. ആ നിയമങ്ങളെ ഞാൻ വിശദീകരിക്കാം. സ്നേഹം, സ്നേഹം, സ്നേഹം. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം, നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരോടുള്ള സ്നേഹം. എപ്പോഴും സ്നേഹിക്കുവിൻ, എന്തെന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ ജീവിക്കാൻ അറിയാവുന്നവർ പിതാവായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാ പേർക്കും വേണ്ടിയാണ്, എല്ലാ പേർക്കും ദൈവത്തിൻ്റെ വെളിച്ചം കൊടുക്കാൻ. നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമായി മാറുന്ന ദൈവത്തിൻ്റെ വചനമിതാ. വരൂ, രുചിച്ചു നോക്കൂ. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്തം ഈ ഭക്ഷണം കഴിച്ച് മാറ്റിയെടുക്കൂ. എല്ലാ വിഷമവും മാഞ്ഞു പോകട്ടെ, എല്ലാ ആസക്തികളും മരിക്കട്ടെ. പുതിയ ഒരു മഹത്വം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അനന്തമായ മഹത്വം. ദൈവത്തിൻ്റെ നീതി യഥാർത്ഥത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് ലഭ്യമായ അനന്ത സൗഭാഗ്യം. സ്നേഹത്തിൽ നിന്നും തുടങ്ങൂ. അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. സ്നേഹിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ദൈവം നിങ്ങളെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ പ്രലോഭനങ്ങളെയും നേരിടാൻ നിങ്ങളെ സഹായിക്കും. സന്മനസ്സോടുകൂടി സ്നേഹനിർഭരമായ ഹൃദയങ്ങളോടുകൂടി ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഈശോ നിശബ്ദനായി. മുറിയിലുള്ള ആളുകൾ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. സങ്കീർത്തനം പോലെ ആലപിക്കുന്ന ഏതാനും ഗാനങ്ങൾ ആലപിച്ചിട്ട് ആളുകൾ പിരിഞ്ഞു പോകുന്നു. ഈശോ ആ ചെറിയ തെരുവിലേക്ക് ഇറങ്ങി വരുന്നു. പ്രാർത്ഥനാലയത്തിൻ്റെ വാതിൽക്കൽ ജോണും ജെയിംസുമുണ്ട്. അവരുടെ കൂടെ പത്രോസും ആൻഡ്രൂസും ഉണ്ട്.